ഹലോ, നിങ്ങൾ എത്ര പേർക്കറിയാം ഈ ഒരു മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്ന സംഗതി? ഇപ്പോൾ ഈ ഒരു സ്റ്റോക്കാണ്, ഓരോ സ്റ്റോക്കിനും മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ടാവും. ഈ മാർക്കറ്റ് ക്യാപ്പ് എന്താണെന്ന് എത്ര പേർക്കറിയാം? ഒരു എക്സാമ്പിളായിട്ട് ഹെവൽസ് ഇന്ത്യയുടെ സ്റ്റോക്ക് നോക്കാം. ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് കാണിക്കുന്നത് ഏകദേശം 77,253 കോടിയാണ്. സ്റ്റോക്ക് വാല്യൂ വരുന്നത് ഒരു ഷെയറിന് പ്രൈസ് 1,231 രൂപയാണ്. 77,253 / 1,231 ഏകദേശം 62 കോടി ഷെയർസ് ലിസ്റ്റഡ് ആയിട്ടുണ്ട്. ഇതിനകത്തൊരു കാര്യം വെച്ചാൽ ഈ മാർക്കറ്റ് ക്യാപ്പ് എങ്ങനെയാണ് മാറുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി ഈ ഷെയർസിൻ്റെ എണ്ണം അങ്ങനെ മാറാറില്ല. അത് എന്തെങ്കിലുമൊക്കെ ഇവൻറ്റ്സ് വരണം, മീൻസ് ഷെയർ സ്പ്ലിറ്റോ അല്ലെങ്കിൽ ബോണസോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഷെയർസിൻ്റെ എണ്ണത്തിലൊരു വേരിയേഷൻ വരാറുള്ളൂ. അപ്പം എന്താണ് മാറുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെയറിൻ്റെ പ്രൈസാണ് മാറുന്നത്. ഷെയറിൻ്റെ പ്രൈസ് മാറുന്നതനുസരിച്ചിട്ടാണ് നോർമൽ കണ്ടീഷനിൽ ഈ ഒരു മാർക്കറ്റ് ക്യാപ്പ് മേളിലേക്കും താഴേക്കും പോകുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത് ഈ മാർക്കറ്റ് ക്യാപ്പിനെ ബേസ് ചെയ്തിട്ട് ഈ കമ്പനികളുടെ ലിസ്റ്റിങ്ങിനെ മെയിനായിട്ട് മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. അതാണ് ലാർജ് ക്യാപ്പ് കമ്പനികളും പിന്നെ മിഡ് ക്യാപ്പ് കമ്പനികളും സ്മോൾ ക്യാപ്പായിട്ടുള്ള കമ്പനികളും. ഈ ലാർജ് ക്യാപ്പിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിൻ്റെ വാല്യുവേഷൻ ഭയങ്കര കൂടുതലായിരിക്കും. ഏകദേശം 20,000 കോടി പ്ലസ് ഒക്കെ ആയിരിക്കും അതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് ഉണ്ടാവുക. അത് അത്യാവശ്യം നല്ല സ്റ്റേബിളായിട്ടുള്ള സ്റ്റോക്കുകളാണ്. അപ്പം ആ സ്റ്റേബിളായിട്ടുള്ള സ്റ്റോക്കുകൾക്ക് ഉദാഹരണമാണ് ഇപ്പോൾ റിലയൻസ്, TCS ഒക്കെ. അതിപ്പം പെട്ടെന്നൊരു ഇടി വന്നാലും ഒരുപാട് താഴേക്ക് പോകില്ല. ഇനി ഒരുപാട് താഴേക്ക് പോയാലും പെട്ടെന്ന് അത് മുകളിലേക്ക് വരില്ല. അതൊരു ഒരു ബാലൻസ്ഡ് ആയിട്ടായിരിക്കും അത് പോവുക. കറക്റ്റ് നിഫ്റ്റി എങ്ങനെ വർക്ക് ചെയ്യുന്നു അതനുസരിച്ചിട്ടുള്ളൊരു പ്രോപ്പർ ബാലൻസിങ് ഉണ്ടാവും. ഇനി നമ്മൾ മിഡ് ക്യാപ്പിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളർച്ചാ സാധ്യത ഭയങ്കര കൂടുതലായിരിക്കും. മീൻസ് പെട്ടെന്നൊരു ഗ്രോത്ത് ഉണ്ടാക്കാനുള്ള ചാൻസുള്ള സാധനമായിരിക്കും ഈ മിഡ് ക്യാപ്പിലുള്ള സ്റ്റോക്കുകൾ. പിന്നെ അതിൻ്റെ റിസ്ക്കും ഒരു മോഡറേറ്റ് ആയിട്ടുള്ളൊരു റിസ്ക്കിൽ തന്നെ ആയിരിക്കും പോകുന്നത്. ഇനി അടുത്ത സെക്ഷനാണ് സ്മാൾ ക്യാപ്പ് എന്ന് പറയുന്നത്. സ്മാൾ ക്യാപ്പിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ സ്പീഡിലായിരിക്കും, താഴേക്കായാലും മേളിലേക്കായാലും സ്പീഡിലായിരിക്കും. പെട്ടെന്ന് വളരാം, പെട്ടെന്ന് തളരാം. നമ്മൾ ഈ ഒരു വീഡിയോയുടെ മാർക്കറ്റ് ക്യാപ്പ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകണം.